Hi friends, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ രീതിയിൽ നമ്മുടെ മുരിങ്ങക്ക തോരനാണ്. അപ്പോൾ മുരിങ്ങക്ക തോരൻ കഴിക്കാത്തവരും ഉണ്ടാക്കാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3 മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. അത് ഒത്തിരി മൂക്കാത്ത മുരിങ്ങക്കായ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അതിനെ തൊലി ഇങ്ങനെ ചീകിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ 3 കട്ട് ചെയ്ത് വെച്ചു. ഇനി നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്കൊരു ചീഞ്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏതൊരു കറിക്കാണെങ്കിലും മുരിങ്ങയ്ക്ക ഒത്തിരി മൂക്കാത്തത് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്യില്ലേ, അതുപോലെ നന്നായിട്ട് അതിൻ്റെ ആ മുരിങ്ങക്കായുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ ഈ കല്ലിലോട്ട് ചതയ്ക്കുന്ന കല്ലിലോട്ട് ഒരു ചെറിയ പീസ് പട്ട, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 5 വെളുത്തുള്ളി, 2 പച്ചമുളക്. ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് എടുത്തുകൊണ്ടാണ് 2 എടുത്തത്. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 4 വീതം എടുക്കാം കേട്ടോ. പിന്നെ ഒരു 10 ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചതയ്ക്കാനായിട്ടുള്ള സംഭവം ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലെ നമ്മുടെ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി അരച്ചെടുക്കാതെ ചെറുതായി ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചുവന്നുള്ളിയൊക്കെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 മുറി നാളികേരമാണ്. അപ്പോൾ നാളികേരം ചെറുകിയതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡറിലിട്ടിട്ട് ഒത്തിരി അരഞ്ഞു പോകാത്ത രീതിയിൽ വിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, മിക്സിയിലെ വിപ്പ് എന്നുള്ള ഓപ്ഷനിൽ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്ത പോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നാളികേരത്തിൻ്റെ അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റായി. നമുക്കിനി മൂടി ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ ഒരു പകുതി വേവായിട്ടുണ്ട്, എന്നാൽ നന്നായിട്ട് വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളവും കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുത്തു. ഇനി ആ മുരിങ്ങക്കായ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ മുരിങ്ങക്കായ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഇനി ഈ പാത്രം കഴുകിയെടുത്തിട്ട് അതിൽ തന്നെ കാച്ചിയെടുക്കാം, തോരൻ റെഡിയാക്കി എടുക്കാം. പക്ഷെ ഞാൻ ഇത്തിരി മടി കൊണ്ട് ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കാച്ചിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലോട്ട് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഒരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള നാളികേരവും ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ മിക്സ് ഒരു 1-2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ചൂടാക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ നാളികേരത്തിൻ്റെ ആ മിക്സൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ മുരിങ്ങക്കായ ചേർത്തതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മുരിങ്ങക്കായുടെ ഉള്ളിലോട്ടൊക്കെ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ആ നാളികേരത്തിൻ്റെ മിക്സുമായിട്ട് മുരിങ്ങക്കായ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇളക്കി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ കഴിച്ചിങ്ങനെ കഴിച്ചുറങ്ങുമ്പോൾ പിന്നെ അത് നിർത്താൻ തോന്നില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും, അത്രയും ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു മുരിങ്ങക്കായ കഴിക്കാനായാലും ആ മസാല കഴിക്കാനായാലും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.